നമുക്ക് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കുക്കിങ്ങിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു പ്രോഗ്രാമിൽ മോഹൻലാൽ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂ ആണ്. പ്രത്യേകിച്ചൊരു റെസിപ്പിയോ കാര്യമോ ഒന്നുമില്ല. ഞാനൊരു അടുക്കളയിൽ കയറിയാൽ എൻ്റെതായ രീതിയിലാണ് പാചകം. അതുപോലെയാണ്, ഒരു റെസിപ്പിയോ കാര്യമോ ഒന്നും വെച്ചിട്ടല്ല ഞാൻ പാചകം ചെയ്യാറുള്ളത്. എൻ്റെതായ രീതിയിൽ പരീക്ഷിക്കാറുണ്ട്. അതൊക്കെ വിജയിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കിത്തിരി വലിയുള്ളി വേണം, പച്ചമുളക് വേണം, ഇഞ്ചി വേണം, പച്ചമുളക് വേണം, വെളുത്തുള്ളി വേണം, 2 തക്കാളിയും വേണം കേട്ടോ. ഈ കൂന്തൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് പാകാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇത് ഇത്തിരി മഞ്ഞളും ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുക്കാം കേട്ടോ. കുക്കറിൽ ഒരു 2-3-4 വിസിലടിക്കുന്നവരെ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമ്മൾ കൂന്തൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി വാട്ടാം. ഉള്ളി മാത്രമാണ് കേട്ടോ വാട്ടുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഒന്നും നമ്മൾ വാട്ടാൻ ഉപയോഗിക്കുന്നില്ല. ഉള്ളി മാത്രം കുറച്ച് ഉപ്പിട്ടിട്ട് വാട്ടാം. തക്കാളി നല്ലോണം വെന്തിട്ടുണ്ട്. കൂന്തളും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഞാൻ അരച്ചെടുത്തതാണ്. ഇതിലേക്ക് ഞാൻ തക്കാളി വേവിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് അതും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിക്കാൻ പോവുകയാണ്. ഉള്ളി വേവിച്ചതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച കൂന്തൽ ഇടുകയാണ്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഇനി മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം. മസാലകളൊക്കെ ഈ ഇറച്ചിയിൽ പിടിക്കുന്നവരെ, കൂന്തലിൽ പിടിക്കുന്നവരെ ഇതൊന്ന് കുറുക്കിയെടുക്കാം. അകത്തെ നല്ല വെന്ത് കുറുകിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 തണ്ട് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം. അതെ, റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇതിലേക്ക് ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതിനെക്കൊണ്ട് ഞാൻ സ്വല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ എരിവ്, പച്ചമുളകിൻ്റെ എരിവ് എല്ലാം കൂടി ആയിട്ട് വെന്ത് കുറുകി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ഇടണേ. താങ്ക് യു.